ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്യ തന്നെ മനസ്സിലാക്കാതെ പ്രേമയ്ക്ക് വേണ്ടി അനിരുദ്ധിൻ്റെ മുന്നിൽ നിന്ന് സംസാരിച്ചത് അനിരുദ്ധിന് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അനിരുദ്ധ് തൻ്റെ മകളെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണെന്നും നമുക്കിത് മതിയാക്കാം അനന്യ, വിവാഹമോചനം വേണമെന്ന് തറപ്പിച്ച് അനന്യയോട് പറയുന്നു. ഇത് കേട്ട് അനന്യ ഞെട്ടി ഇങ്ങനെ നിൽക്കുവാണ്. വിശ്വനും ഞെട്ടി. പക്ഷെ പ്രേമയ്ക്ക് സന്തോഷമായി. അതിനുവേണ്ടിയാണല്ലോ നിന്റെ അമ്മ ഇതുപോലെയൊക്കെ ഉപദ്രവിച്ചത്. നമുക്ക് പിരിയാം, അതാ നല്ലത്, ഇവർക്ക് സമാധാനമാവട്ടെ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ പ്രേമ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അമ്മയുടെ പൊന്നുമോളായി നിനക്കും സമാധാനമാവട്ടെ എന്നൊക്കെ പറഞ്ഞു. അനന്യ ആകെ തകർന്ന് നിൽക്കുക കേട്ടോ. എന്തായാലും പ്രേമ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു കിട്ടിയത് കൊണ്ട് ആ ഒരു സന്തോഷത്തോടു കൂടി ഒടുക്കം ഞാൻ ആഗ്രഹിച്ചതുപോലെയൊക്കെ നടക്കാൻ പോകുന്നു എന്ന് പ്രേമ അവിടെ നിന്ന് മനസ്സിൽ പറയാം. ഈ സമയത്ത് അനിരുദ്ധ്, എന്നെ മനസ്സിലാക്കാൻ നിനക്കൊരിക്കലും കഴിയില്ല, ഇപ്പോഴും നീ നിൻ്റെ അമ്മയുടെ പക്ഷത്തല്ലേ എന്നൊക്കെ ചോദിച്ചു. അവരുടെ ഭാഗം ചേർന്നാണ് നീ ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത് പോലും. തെറ്റ് ചെയ്ത ഇവരെ നീ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ നിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് പിരിയാനന്യ, അത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ അനിരുദ്ധ് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് പോവുകയാണെന്നും പറഞ്ഞ് പോകാൻ നോക്കുന്നു. എനിക്കിനി എൻ്റെ വഴി, നിനക്കിനി നിൻ്റെ വഴി എന്നും പറഞ്ഞ് അനിരുദ്ധ് അവിടെ നിന്ന് പോരുക. ഈ സമയം പ്രേമ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. അനന്യ തകർന്ന് നിൽക്കുകയാണ്. ഈ സമയം നമ്മൾ ചെയ്ത തെറ്റിന് നമ്മുടെ മോള് എന്നും പറഞ്ഞ് വിശ്വം പറഞ്ഞപ്പോൾ എല്ലാം നല്ലതിന് തന്നെയാണ് വിശ്വേട്ടാ, അവൻ ഇവളെ ഡിവോഴ്സ് ചെയ്യട്ടെ, എൻ്റെ മോള് രക്ഷപ്പെടത്തേ ഉള്ളെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് അനന്യ ഞെട്ടി കേട്ടോ. കാരണം അമ്മയുടെ മനസ്സിലിരിപ്പം പുറത്തു വന്നു. ഒരു ചെറിയ നുണ കാരണം ഇത്രയും വലിയ ഉപകാരങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല എന്നൊക്കെ പ്രേമ പറഞ്ഞു. അനന്യ വിട്ടിരുന്ന് കരയുക. അനന്യയ്ക്ക് ഒരു നിവർത്തിയില്ല. അങ്ങനെ അനന്യ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രേമ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. പിന്നെ കാണിക്കാൻ നമ്മുടെ സുമിത്ര കേട്ടോ. സുമിത്ര ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് അവിടെ ഇരുന്ന് തകർന്ന് കരയുക. കാരണം ആകെ തകർന്നു പോയി സുമിത്ര. ഈ സമയത്ത് നമ്മുടെ സരസ്വതി അമ്മ അവിടെ വന്നിരുന്ന് ഇങ്ങനെ നെഞ്ചിൽ പിച്ചാത്തി കുത്തി ഇറക്കുന്നത് പോലെ സുമിത്രയോട് പറയുവാണ്. എന്തൊക്കെയായിരുന്നു, അനിയനല്ല നിന്റെ മോനാണ് ദീപു എന്നല്ലേ നീ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്നിട്ട് നിന്റെ മോൻ ചെയ്തത് എന്താ എന്ന് സുമിത്രയോട്. ഇത്തിരിയെങ്കിലും മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇതുപോലെയൊക്കെ പറയുമായിരുന്നു എന്ന് ചോദിച്ചു. അവൻ കള്ളനാണെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. സുമിത്ര ഇതുവരെ തുറച്ചു നോക്കുക സരസ്വതിയമ്മയെ. ആട്ടും തോലിട്ട ചെന്നായ, കുടുംബക്കാരെ പറഞ്ഞുകൂടല്ലോ, അപ്പം പൊള്ളുമല്ലോ നിനക്ക്, അതുകൊണ്ട് ഇപ്പം എന്തായി എന്ന് ചോദിച്ചു. സുമിത്ര അതിനൊന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്കും സിദ്ധു അങ്ങോട്ടേക്ക് വന്നു. സുമിത്രയുടെ നിസ്സഹായത കണ്ട് കേട്ടോണ്ട് നിൽക്കുക. അവനെ പോലീസിന് പിടിച്ചു കൊടുക്കുക, പോലീസുകാർ കൈകാര്യം ചെയ്യട്ടെ ആ നാണം കെട്ടവനെ എന്നൊക്കെ പറഞ്ഞു. അല്ല, നിന്നെ പറഞ്ഞാൽ മതി, അവൻ എല്ലാ വളവും വെച്ച് കൊടുത്തത് നീ തന്നെയാണല്ലോ, അപ്പോൾ പിന്നെ ഇതൊക്കെ നിനക്ക് കിട്ടണം, നീ അനുഭവിക്കേണ്ടവൾ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ച് സിദ്ധു അങ്ങോട്ട് വന്നത് സരസ്വതി അമ്മ കണ്ടു. അപ്പോൾ ഞാൻ പറയുന്നതാണോടാ കുറ്റം, ഈ കാണിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ എന്താടാന്ന് ചോദിച്ചു. അമ്മ ഇങ്ങനെയൊന്നും പറയരുത്, സ്വന്തം അനുജൻ ചതിച്ചതിൻ്റെ ഷോക്കിലാണ് സുമിത്ര ഇപ്പോൾ. അതിനിടയിൽ അമ്മ ഇങ്ങനെ സുമിത്ര വിഷമിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞതിൽ എന്താടാ തെറ്റ്, അമ്മയെ തെറ്റേ ഉള്ളൂ, അമ്മ പറഞ്ഞതിൽ തെറ്റാ. അമ്മ നേരത്തെയും സുമിത്രയെ കുറ്റപ്പെടുത്തുന്നതിലാണ് സന്തോഷം കണ്ടെത്തിയിരുന്നത്, ഇപ്പോഴും എന്താ അമ്മ അത് തന്നെ ആവർത്തിക്കുകയാണെന്ന് ചോദിച്ചപ്പം ഓ നീ എന്ന് പിന്നെ ഇവളെ സ്നേഹിച്ച് കൊല്ലുമായിരുന്നല്ലോ എന്ന് സരസ്വതി അമ്മ. എന്നെ കൊണ്ടേ കൂടുതലൊന്നും നീ പറയിപ്പിക്കരുത് അമ്മേ, കാലം മാറിപ്പോയില്ലേ, കൊള്ളരുതാത്തവരും നല്ലവരായി, നല്ലവർ കൊള്ളരുതാത്തവരുമായി. അമ്മ അതെങ്കിലും മനസ്സിലാക്കാൻ പറഞ്ഞു. തൽക്കാലം അമ്മ അകത്തേക്ക് പോയി, ഇപ്പം അമ്മ ഇവിടെ ഇരിക്കണ്ട, സുമിത്ര ഇവിടെ തന്നെ ഒന്ന് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞപ്പം എനിക്ക് വീട്ടിലൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോലും കഴിയത്തില്ലെന്ന് ചോദിച്ച് തുള്ളിച്ചാടി സരസ്വതി അമ്മ അകത്തേക്ക് പോയി. സുമിത്ര വിഷമിച്ചിരിക്കുന്നത് കണ്ട് സിദ്ധു അടുത്ത് എന്നിരുന്നു. സുമിത്രേ എന്നും പറഞ്ഞു വിളിച്ചു. സുമിത്ര എന്നേരം കരയാം. അപ്പോൾ ദീപു എൻ്റെ ജീവനായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ പറയാം. അവൻ എന്നെ കൊന്നു കളഞ്ഞില്ലെന്ന് ചോദിച്ച് സുമിത്ര ഭയങ്കര കരച്ചിൽ. അപ്പോൾ സാരമില്ലടോ എന്നും പറഞ്ഞ് സിദ്ധു സമാധാനിപ്പിക്കുന്നു. ഇതിനേക്കാളും വലുത് കേൾക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തവളല്ലേ താൻ, അതെ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് സിദ്ധു ഇങ്ങനെ വിഷമിച്ചിരിക്കാം. പലതും തരണം ചെയ്ത് തന്നെയാണ് സുമിത്ര ഇവിടം വരെ എത്തിയത്. അകം പൊള്ളിയപ്പോഴും ഒരിറ്റു കണ്ണുനീര് പോലും വീഴാതെ പിടിച്ചു നിന്നിട്ടുണ്ട് സുമിത്ര. പക്ഷെ ഇതെന്നെ കൊണ്ട് പറ്റുന്നില്ലെന്ന് പറയണു. എൻ്റെ നെഞ്ചിൽ തന്നെ അവൻ കുത്തി ഇറക്കിയില്ലേ പിച്ചാത്തി, എൻ്റെ നെഞ്ചിൽ കൊണ്ട് നടന്നവനല്ലേ അവനെ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് കരയുമ്പോൾ സുമിത്ര താനിങ്ങനെ കരയരുത്, കരയാതെടോ എന്ന് പറഞ്ഞ് സിദ്ധു സമാധാനിപ്പിക്കുവാണ്. വിശ്വസിച്ചവരൊക്കെ എന്നെ ചതിക്കുകയാണെന്നും ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പോലും എനിക്ക് തോന്നിപ്പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാതെടോ, താൻ ജീവിക്കേണ്ടവളാണ്, താൻ ജീവിക്കണം, ഒരുപാട് കാലം താൻ സന്തോഷത്തോടു കൂടി ജീവിക്കണം,
നമ്മുടെ മക്കൾക്ക് വേണ്ടി താൻ ജീവിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുവാണ് സിദ്ധു. അതിനുവേണ്ടിയാണല്ലോ ദൈവം നിനക്ക് ഈ 2ാം ജന്മം നൽകിയത്. അത് നീ എന്തിനു വേണ്ടെന്ന് വെക്കണം? നീ ജീവിച്ച് മതിയാവൂ എന്നൊക്കെ സിദ്ധു പറയുന്നു. പിന്നെ സുമിത്രേ, കരയാതിരിക്കടോ, കരഞ്ഞതുകൊണ്ട് എന്താ ഗുണമുള്ളത്? തനിക്കൊന്നും നേടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. തൻ്റെ കൂടെ എന്തൊരാവശ്യത്തിനും ഞാൻ ഉണ്ടാകുമെന്ന് സിദ്ധു പറഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്ര ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. സിദ്ധു അതും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ സുമിത്ര അതും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയപ്പോൾ സിദ്ധു ഇങ്ങനെ അവിടെ ആകെ വിഷമിച്ചിരിക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്വരമോൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു. അനിരുദ്ധ തൊട്ടരികിലായിരുന്നു ബാഗ് പാക്ക് ചെയ്യുന്നു. അപ്പോൾ കൊച്ചു സങ്കടത്തോടെ ഇരിക്കുമ്പം മോൾ ഇനിയും നോക്കിയിരിക്കുകയാണോ? മോൾ വരുന്നില്ലേ അച്ഛൻ്റെ കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക, മോളോട് ബാഗ് പാക്ക് ചെയ്യാനും പറഞ്ഞു. അപ്പോൾ ഡാഡി, നമ്മളിത് എവിടെ പോവാ എന്ന് കൊച്ചു ചോദിച്ചു. എവിടെയാണ് പോകുന്നതെന്ന് ഡാഡി ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ അതൊക്കെ ഡാഡി പറയാലോ മോളെ. എന്നാൽ പറ ഡാഡി എന്ന് പറഞ്ഞു. നമ്മൾ എവിടെയാണ് പോണത്? അത് പിന്നെ നമ്മൾ മോളുടെ അച്ഛമ്മയെ കാണാൻ പോവാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കൊച്ചിന് ഒത്തിരി സന്തോഷമായി. അച്ഛമ്മയെ കണ്ട് നമുക്ക് കുറച്ച് ദിവസം അച്ഛമ്മയുടെ വീട്ടിൽ താമസിക്കാം കേട്ടോ. ആണോ ഡാഡി? എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അനന്യ അങ്ങോട്ടേക്ക് വന്നു. അനന്യയെ കണ്ടപ്പോഴത്തേക്കും ഒന്നായി നമ്മുടെ അനിരുദ്ധിൻ്റെ മുഖം. ഈ സമയത്ത് അനന്യ ഭയങ്കര കരച്ചിൽ. അപ്പോൾ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ലല്ലേ എന്ന് അനന്യ ചോദിക്കുവാണ്. അപ്പോൾ ഇല്ല എന്ന് അനിരുദ്ധം പറഞ്ഞു. കൊച്ച് അവിടെ നോക്കും ഇവിടെ നോക്കും, അവിടെ നോക്കും ഇവിടെ നോക്കും, ഇങ്ങനെ ഇരിക്കും കേട്ടോ. മോളെയും കൊണ്ട് പോവുകയാണോ എന്ന് ചോദിച്ചപ്പോഴും അതേന്ന് പറഞ്ഞു. ഇവളെ എന്താ ഞാൻ ഇവിടെ നിർത്തുന്നത് എന്ന് അനിരുദ്ധ ചോദിക്കുക. അപ്പോഴും സ്വര ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ മോള് പാക്ക് ചെയ്യുന്നില്ലേ? പോയി പാക്ക് ചെയ്യാൻ പറഞ്ഞു സ്വരയോട്. അപ്പോൾ മമ്മി പാക്ക് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പം മോളെ, മമ്മിക്ക് അത്യാവശ്യമായിട്ട് ചെയ്ത് തീർക്കാനുള്ള ചില ജോലികളുണ്ട്, അതുകൊണ്ട് നമ്മുടെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞു കൊച്ചിനോട്. മമ്മി അപ്പോൾ നാളെ വരുമോ നമ്മളുടെ കൂടെ എന്ന് ചോദിച്ചപ്പോൾ അനന്യ അവിടെ നിന്ന് ഇങ്ങനെ കരയണു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു. അപ്പോൾ മോളിങ്ങനെ അതും ഇതും ചോദിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നാലേ നേരം വൈകും കേട്ടോ. മോളെ കാണാൻ അച്ഛമ്മയോടെ കാത്തിരിക്കുക, മോൾ വേഗം പോയി റെഡിയാക്കി, വേഗം ആവട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കൊച്ചിനോട് ഓരോന്നൊക്കെ പറഞ്ഞ് അനിരുദ്ധ നിർബന്ധിച്ച് പറഞ്ഞു വിടുക. അങ്ങനെ ആ ഒരു സെറ്റപ്പിലും കാര്യങ്ങളിലും അവരവിടെ ഇരിക്കുന്നു. പിന്നെ കാണിക്കുന്ന സിദ്ധുവിനെ കേട്ടോ. അപ്പോൾ ഇവിടെ ദീപുവാണ് പറഞ്ഞത്, അതാണ് അവളെ വേദനിപ്പിച്ചതെന്ന് പറഞ്ഞ് കൂട്ടുകാരനോട് പറയുവാണ് സിദ്ധു. അവൾ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ അവളുടെ കൂടെ ചെന്നിരുന്നുവെന്നും അവളെ സമാധാനിപ്പിച്ചുവെന്നും വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവളുടെ അരികിലിരുന്നു. ഞാൻ അരികിലിരുന്നപ്പോൾ അവൾ എഴുന്നേറ്റ് പോയില്ല. എന്താ അതിൻ്റെ അർത്ഥം എന്നൊക്കെ സിദ്ധു ഇങ്ങനെ ചോദിക്കും കേട്ടോ. അവളും അത് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ സിദ്ധു. അപ്പോൾ അതേന്നൊക്കെ തോന്നാം എന്നും പറഞ്ഞ് സരസ്വതിയമ്മ വന്നു ഇത് കേട്ടിട്ട്. പക്ഷെ അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. അവളെ എനിക്കറിയില്ലേ എന്ന് സിദ്ധുവിനോട് അമ്മ പറഞ്ഞു. അപ്പോൾ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് സിദ്ധു. മടി കാരണം അവളത് പുറത്ത് കാണിക്കാത്തതാണെന്നൊക്കെ സിദ്ധു പറയുക. വീണ്ടും ഒരു വിവാഹം നടക്കുമോ സാർ ഇന്ന് കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുവാണ് സിദ്ധു. വിദേശത്ത് ചെന്ന് അവിടുത്തെ ഇടപാടുകളൊക്കെ ക്ലോസ് ചെയ്യണമെന്നും നാട്ടിലേക്ക് മടങ്ങി വരണം, ഇവിടെ സെറ്റിൽ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ നീ ഇനി വിദേശത്ത് താമസിക്കാമെന്ന് വിചാരിച്ചാലും ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ലെന്ന് സരസ്വതി അമ്മ പറഞ്ഞു. നാട്ടിൽ സുമിത്ര, അമ്മ, മക്കൾ എന്നിവർക്കൊപ്പം സന്തോഷത്തോടെ വേണം എനിക്ക് ജീവിക്കാനെന്നൊക്കെ സിദ്ധു ഇങ്ങനെ പറയണം. അപ്പോൾ ഇതിനേക്കാളും വലിയ സന്തോഷം വേറെ എന്താ ഉള്ളതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സുമിത്രയുടെ ഗതി അധോഗതിയായി കഴിഞ്ഞപ്പോഴത്തേക്കും സിദ്ധു കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോഴെങ്കിലും നിനക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തോന്നിയല്ലോ, വളരെ സന്തോഷമുണ്ടെന്നൊക്കെ സരസ്വതി അമ്മ പറയുക. ഒപ്പം ശ്രീനിലയം എനിക്ക് വീണ്ടെടുക്കണം, അതിനുള്ള പോരാട്ടം തുടങ്ങിയേ പറ്റുമെന്നും സിദ്ധു പറഞ്ഞപ്പോൾ എന്നാൽ നമുക്ക് എല്ലാവർക്കും പഴയതുപോലെ ഒന്നിച്ചങ്ങ് താമസിക്കാമെന്ന് സരസ്വതി അമ്മയും സിദ്ധുവിൽ നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ സുമിത്ര അപ്പുറം മാറി നിന്ന് കേൾക്കുക. യാദൃശികമായിട്ട് കേട്ടതാട്ടോ അത് വഴി വന്നപ്പം. ഈ സമയം സിദ്ധു ശീതളിൻ്റെ കാര്യവും പറയുന്നു. എല്ലാവരും അവിടെ താമസിക്കണം സന്തോഷത്തോടെ എന്നൊക്കെ സിദ്ധു ഇങ്ങനെ പറയുന്നു. അപ്പോൾ അതെൻ്റെ ഒരു സ്വപ്നമാണെന്നൊക്കെ പറയുന്നുണ്ടേ. സുമിത്ര ഇതൊക്കെ കേൾക്കുമല്ലേ. എൻ്റെ സ്വപ്നം നടക്കില്ലേ അമ്മയെന്ന് ചോദിച്ചപ്പോൾ നടക്കുമായിരിക്കും, പക്ഷേ സുമിത്ര കൂടി വിചാരിക്കണം എന്നൊക്കെ സരസ്വതി അമ്മ പറയുന്നു. സുമിത്ര എന്തൊക്കെ ആലോചിച്ച് നിൽക്കുക. അവൾ വിചാരിക്കും, കാരണം അവളും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു ജീവിതം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സുമിത്ര ഞെട്ടി. അപ്പം മുഴുവനായിട്ട് സുമിത്ര കേൾക്കുന്നില്ലല്ലോ, പകുതിയല്ലേ സുമിത്ര കേട്ടുള്ളൂ. എന്തായാലും സുമിത്രയ്ക്ക് അത് കേട്ട് ഭയങ്കര ഷോക്കായിപ്പോയി. സുമിത്ര എന്നിട്ട് അവിടെ നിന്നും മിണ്ടാതെ അങ്ങ് പോയി. ഇവരെല്ലാം സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വിശ്വൻ വരുമ്പോൾ അനന്യ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലാണ്. അപ്പോഴേക്കും മകളുടെ സങ്കടം കണ്ട് അച്ഛൻ മകൾക്കരികിലേക്ക് ചെന്നു. അവിടെ ചെന്ന് മോളെ സമാധാനിപ്പിക്കാൻ നോക്കുവാണ്. പക്ഷെ അനന്യ സമാധാനിക്കുന്നില്ല, സങ്കടം തീരുന്നില്ല അനന്യയ്ക്ക്. അപ്പോൾ എന്താ അച്ഛനും അമ്മയ്ക്കും എന്നോട് പറയാനുള്ളത് എന്ന് അനന്യ ചോദിക്കാം. എന്തായാലും നിങ്ങൾക്ക് സമാധാനം ആയില്ലേ എന്ന് ചോദിച്ചു അനന്യ.
നിങ്ങളുടെ നാടകം കാരണം നഷ്ടപ്പെട്ടു പോയത് എൻ്റെ ജീവിതമല്ലേ എന്ന് അനന്യ ചോദിക്കുക. എൻ്റെ അനിരുദ്ധിനെയും സ്വരമോളെയും എനിക്ക് നഷ്ടപ്പെട്ടു പോവുമല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലല്ലോ മോളെ എന്ന് അച്ഛൻ മകളോട്. ഞാൻ പലവട്ടം നിൻ്റെ അമ്മയോട് പറഞ്ഞതാ ഇതിനൊന്നും പോകണ്ട, ഇതൊന്നും വേണ്ട എന്ന്. അവൾ കേട്ടില്ല. സുമിത്ര ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്നെങ്കിലും ഒരു ദിവസം അനിരുദ്ധ് അറിഞ്ഞാൽ പിന്നീട് നമുക്ക് ഉത്തരവില്ലാതാകുമെന്ന് അവളോട് ഞാൻ പറഞ്ഞതാ. അനിരുദ്ധിൻ്റെ മുന്നിൽ നമ്മൾ പ്രതികളാകുമെന്നും ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞതാ. ഇതൊക്കെ കാട്ടിക്കൂട്ടിയത് നിന്നെയും അവനെയും തമ്മിൽ പിരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. ഞാനും നിനക്ക് വേണ്ടി തന്നെയാ നിൻ്റെ അമ്മയ്ക്ക് കൂട്ടം നിന്നത് മോളെ. പക്ഷെ കൈവിട്ടു പോകുമെന്ന് ഓർത്തില്ല. നിൻ്റെ ലൈഫിന് വേണ്ടി ഞാനും നിൻ്റെ അമ്മയും നടത്തിയ നീക്കങ്ങളൊക്കെ നന്നാവാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അതിങ്ങനെ വരുമെന്ന് ഒരിക്കലും അച്ഛൻ പ്രതീക്ഷിച്ചില്ല. നിന്നോട് ഈ അച്ഛൻ ക്ഷമ ചോദിക്കുക. നീ ഞങ്ങൾക്ക് മാപ്പ് തരണം. എന്നോട് മാപ്പ് ചോദിച്ചിട്ട് എന്താ അച്ഛാ കാര്യം? മാപ്പ് തരേണ്ടത് അനിരുദ്ധല്ലേ? അവനത് തരുമോ? നിങ്ങൾ കബളിപ്പിച്ചത് അവനെയല്ലേ എന്നൊക്കെ അനന്യ ചോദിച്ചു. അവൻ ഒരിക്കലും മാപ്പ് തരില്ല. അവൻ മാപ്പ് തരുമെന്ന് നിങ്ങൾ കരുതുകയും വേണ്ടാന്ന് പറഞ്ഞു. ദേ, അമ്മയ്ക്ക് അവനെ അംഗീകരിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. പക്ഷേ എനിക്കിഷ്ടമാണ് മോളെ. അവനോട് ഞാൻ പോയി സംസാരിക്കാം. ഇല്ല, അവനിപ്പോൾ നമ്മൾ 3 പേരോടും തീർത്താ തീരാത്ത പകയാ. ഇങ്ങനൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന അവനോട് നമ്മൾ എന്തു പറഞ്ഞിട്ടും യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അതൊന്നും അവൻ്റെ ചെവിയിൽ കയറില്ലെന്നും പറഞ്ഞു. അവൻ അതൊന്നും അനുസരിക്കില്ല. അവൻ സ്വരമോളെ കൊണ്ട് സുമിത്രാമ്മയുടെ അടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. അനിരുദ്ധിന് അനിയൻ്റെ മോളല്ലേ സ്വര. ഡിവോഴ്സായ എനിക്ക് അവൾ ആരുമല്ല. സ്വരമോളുടെ കാര്യത്തിൽ പിന്നെ എനിക്ക് ഒരവകാശവും പറയാനുണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞങ്ങനെ നമ്മുടെ അനന്യ പറഞ്ഞ് കരയണു. പറ്റില്ല അച്ഛാ, എനിക്ക് പറ്റില്ല. എനിക്ക് എൻ്റെ സ്വരമോളെ പിരിഞ്ഞ് ജീവിക്കാനാവില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനന്യ വാ വിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. ദേ, എൻ്റെ മോള് സങ്കടപ്പെടല്ലേ, ഇവിടെ ധൈര്യമായിട്ടിരിക്കുക. അവനുമായിട്ട് ഞാൻ സംസാരിച്ച് അവൻ്റെ മനസ്സിലെ പ്രയാസം ഞാൻ മാറ്റിയെടുക്കും മോളെ. എല്ലാം നമുക്ക് പരിഹരിക്കാം. എൻ്റെ മോളിങ്ങനെ ടെൻഷൻ ആവല്ലേ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ മകളെ സമാധാനിപ്പിക്കുന്നു. അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന് അനന്യ ഭയങ്കര കരച്ചിലാട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ സുമിത്ര അവിടെ അങ്ങനെ ഇരിക്കുന്നു. സുമിത്ര അവിടെ ഇരിക്കുന്ന പഴയ കാര്യങ്ങൾ, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ആ സമയത്ത് ദീപുവിനോട് ചോദിച്ച പല കാര്യങ്ങളും, ആരെക്കുറിച്ചും ഒന്നും അറിയില്ല എന്നൊക്കെ ചോദിച്ചതിനെ പറ്റിയും അന്ന് ദീപ് പറഞ്ഞ മറുപടിയെ പറ്റിയും ഒക്കെ നമ്മുടെ സുമിത്ര ഇരുന്ന ഒരു നിമിഷത്തേക്ക് ആലോചിക്കുക. അങ്ങനെ നുണക്കഥകളെല്ലാം പറഞ്ഞു പിടിപ്പിച്ചതൊക്കെ നമ്മുടെ സുമിത്ര ഇരുന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് ഫോൺ എടുത്ത് നമ്മുടെ സുമിത്രയെ വിളിക്കുവാണ്. പെട്ടെന്ന് സുമിത്ര കോൾ എടുത്തു. ചേച്ചി എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഭയങ്കര കരച്ചിൽ ചിത്ര. നീ കരയാണോ മോളെ എന്ന് ചോദിച്ചപ്പോൾ എന്തൊരു മനസ്സാ ചേച്ചി ദീപുവേട്ടൻ്റേതെന്ന് ചോദിച്ചു. അയാൾ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇത്രയും കാലം ഞങ്ങളോട് സ്നേഹം അഭിനയിക്കുകയായിരുന്നെന്നും എനിക്കത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ലെന്നും പറഞ്ഞ് ചിത്ര സുമിത്രയുടെ മുന്നിൽ പൊട്ടിക്കരയുക. എന്തൊരു ഫ്രോഡാ അയാളെന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും എൻ്റെ മോള് പറയരുതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചേച്ചി പറയേണ്ടതെന്ന് ചിത്രയും ചോദിച്ചു. ജീവിച്ചിരിക്കുന്ന ചേച്ചി മരിച്ചു എന്ന് പ്രചരിപ്പിച്ച അയാളെ പിന്നെ ഞാൻ എന്ത് വിളിക്കണം എന്നും ചോദിച്ചുകൊണ്ട് ചിത്ര ഇങ്ങനെ കരയുമ്പോൾ ഇതൊക്കെ കേട്ട് നിസ്സഹായതയോടെ ഇരിക്കുന്ന സുമിത്രയെ കാണിച്ചാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.